24 കൗണ്ടിംഗ് ഡേ മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ. ശ്രീ ജോർജ് പൊടിപ്പാറ, ഇപ്പോൾ ഇതൊരു വിമർശനമാണ്, അത് ക്രിയാത്മക വിമർശനം എന്ന തരത്തിലേക്ക് വേണമെങ്കിൽ എടുക്കാവുന്നതേ ഉള്ളൂ ഈ ഫേസ്ബുക്ക് കുറിപ്പ്. ഇപ്പോൾ അല്പസമയം മുൻപ് അദ്ദേഹം ഡൽഹിയിൽ പിണറായി വിജയൻ എത്തിയിട്ടുണ്ട് പൊളിറ്റ് ബ്യൂറോ യോഗത്തിൽ പങ്കെടുക്കാൻ. അവിടെ മാധ്യമങ്ങൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് ഇപ്പോഴാണോ അറിയുന്നത്, ഡൽഹിയിൽ നല്ല ചൂടാണല്ലോ എന്നൊക്കെയുള്ള മറുപടി നൽകുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയ പ്രസംഗം, അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ്? ഒരു തിരുത്തലിലേക്ക് പോകില്ല എന്നുള്ളതാണോ? ഇനിയും തിരുത്താൻ തയ്യാറാകില്ല, അങ്ങനെ ഒരു അറ്റകൈ എന്ന തരത്തിലേക്ക് അദ്ദേഹം പോകില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അനുജ, തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഒരു ശൈലിയാണ് എന്ന് ഈ റെജി ലൂക്കോസ് പറയുന്നത് ശരിയാണ്. അദ്ദേഹത്തിന് അദ്ദേഹമാകാനേ കഴിയുള്ളൂ. അദ്ദേഹത്തിന് ഓൾ ടുഗദർ ചേഞ്ച് ഒന്നും പറ്റില്ല. അദ്ദേഹത്തിന്റെ ഒരു ശൈലിയും അദ്ദേഹത്തിന്റെ ഒരു രീതിയും അതാണ്. ഇത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ. മാത്രമല്ല, ഒരിക്കലും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ തെറ്റായി പോയി എന്ന് പറഞ്ഞ് ആ ഘട്ടത്തിൽ പറഞ്ഞതാണ് എന്ന രീതിയിൽ ഏതെങ്കിലും രീതിയിൽ ഒരു തിരുത്തലിന് ഇതിനു മുമ്പ് ഒരു മെത്രാനെ കുറിച്ച് പറഞ്ഞതും ഇതിനു മുമ്പ് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളെ കുറിച്ച് പറഞ്ഞു ആ വാക്കുകളൊന്നും നമ്മളിവിടെ ആവർത്തിക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ മലയാളികൾക്ക് മുഴുവൻ അറിയാവുന്നതാണ്. പക്ഷെ ഒരു പ്രത്യേക നിമിഷത്തിൽ ഒക്കെ ചിലപ്പോൾ നമ്മള് മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക്, ഒരു നേതാവ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ സമ്മർദ്ദങ്ങളിൽ, അദ്ദേഹത്തിന്റെ ആ ഒരു പ്രത്യേക മാനസികാവസ്ഥയിൽ ചിലപ്പോൾ ആ പ്രയോഗമൊക്കെ നടത്തിയെന്ന് വരാം. നടത്തിയതിലല്ല, പക്ഷെ ആ നടത്തിയത് ഇപ്പോഴും ശരിയാണെന്ന് വിശ്വസിക്കുകയും അത് വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ എനിക്ക് ഒരു മടിയുമില്ല, അതാണ് എന്റെ ശൈലി എന്ന് നമ്മളെ വീണ്ടും പേർത്തും ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നിടത്താണ് പ്രശ്നം. അത് സത്യം പറഞ്ഞാൽ ഇടതുമുന്നണിക്ക് റെജി ലൂക്കോസ് എന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല. ഇടതുമുന്നണി നശിച്ചു കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ല. ഞങ്ങളിൽ പലരും അങ്ങനെ ഇടതുമുന്നണി ഇവിടെ ഉണ്ടാകണം, ഒരു എന്താ പറയാ, ഈ രണ്ട് പാർട്ടികളും ഈ രണ്ട് മുന്നണികളും കേരളത്തിന്റെ സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളത്തെ കേരളമാക്കി നിലനിർത്താൻ ഇത് ബാലൻസ് ചെയ്ത് നിൽക്കേണ്ട രണ്ട് മുന്നണികളാണ്. അത് തമ്മിൽ തല്ലി ചാവേണ്ടവരല്ല, പരസ്പരം പറയാവുന്നതിനപ്പുറത്ത് പറഞ്ഞ് സ്വയം നശിക്കേണ്ടവരല്ല എന്ന തിരിച്ചറിവുകൊണ്ട് കൂടിയിട്ടാണ് ക്രിയാത്മകമായ വിമർശനങ്ങളെ ആ ഒരു സഹിഷ്ണുതയോട് കൂടി കാണണം. അതാണ് ഉചിതം. അത് മുന്നണിക്ക് നല്ലതാണെന്ന് പറഞ്ഞു. ഇപ്പൊ നേരത്തെ രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറഞ്ഞു, രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്യാത്തത് എന്തേ പിണറായി വിജയൻ എന്ന് ചോദിച്ചു. എന്റെ പൊന്നു റെജി ലൂക്കസ്, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ആ ഒരു ഘട്ടത്തില് ആ CAA വിഷയത്തിലൊക്കെ ആ CAA കൊണ്ടുവന്ന BJPയെ എതിർത്തതിലും എത്രയോ പരുഷവും എത്രയോ രൂക്ഷവുമായിട്ടാണ് നിങ്ങൾ കോൺഗ്രസിനെ പറഞ്ഞു. കോൺഗ്രസ് ആ വിഷയത്തിൽ പാർലമെന്റിൽ സംസാരിച്ചില്ല. ആ സമയത്ത് കോൺഗ്രസ് അംഗങ്ങൾ ആരും ഉണ്ടായിരുന്നില്ല. കോൺഗ്രസ് അതേക്കുറിച്ച് ഒരിക്കൽ പോലും കേരളത്തിൽ സംസാരിക്കുന്നില്ല, രാഹുൽ ഗാന്ധി സംസാരിക്കുന്നില്ല, സോണിയാഗാന്ധി സംസാരിക്കുന്നില്ല. എത്രയോ വട്ടം പറഞ്ഞു. ലോക്സഭയിൽ ആ ബില്ല് അവതരിപ്പിച്ച ആദ്യം സംസാരിച്ചത് ഇന്നയാളാണ്. എന്നിട്ടും കേരളത്തിൽ അത് നൂറുകണക്കിന് വേദികളിൽ ഈ CAA വിഷയത്തിന്റെ പിതൃത്വം അവകാശപ്പെട്ട്, നിങ്ങൾ പിതൃത്വം അവകാശപ്പെടുമ്പോഴും കോൺഗ്രസ് അതിന് നേരെ വിപരീത നിലപാടെടുത്ത് നിന്നു എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിനകത്തൊരു വലിയ ദുരുദ്ദേശമില്ലേ? ഞങ്ങളും കോൺഗ്രസും കൂടി ആ നിലപാടൊക്കെ തിരിച്ചടിച്ചു എന്നുള്ളതല്ലേ ഫലം വ്യക്തമാക്കുന്നത് ശ്രീ ജോർജ് പൊടിപ്പാറ? ഗുണം ചെയ്തത് ആർക്ക്? അത് അപ്പോഴും അനുജ പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുകയാണ്. അതായത് ആ ഘട്ടത്തിൽ പോലും സഹികെട്ട് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ സഹികെട്ട് മടുത്തപ്പോഴായിരിക്കാം ഒരുപക്ഷെ കോഴിക്കോട് കടപ്പുറത്തെ ആ യോഗത്തിൽ രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പാണ്, എപ്പോഴും നിങ്ങൾ ഇങ്ങനെ ഇടതുമുന്നണിയെ വെറുതെ തഴുകി വിടുന്നതുകൊണ്ട് കാര്യമില്ല, രാഷ്ട്രീയമായിട്ട് ഗുണം ചെയ്യില്ല, താങ്കളെ നിരന്തരം ആക്രമിക്കുന്നു, എന്തെങ്കിലും മറുപടി പറഞ്ഞ് മതിയാവൂ എന്നുള്ളൊരു ഘട്ടത്തിലായിരിക്കാം രാഹുൽ ഗാന്ധി അന്ന് ഇത്രയും പച്ചയ്ക്ക് എന്തുകൊണ്ട് പിണറായിയെ BJP വെറുതെ വിടുന്നു, അല്ലെങ്കിൽ അദ്ദേഹം സുരക്ഷിതനായിരിക്കുന്നു എന്ന ചോദ്യം ചോദിച്ചു. പക്ഷെ അതുപോലും വേണ്ടായിരുന്നു എന്നുള്ള പക്ഷക്കാരനാണ് ഞാൻ. അത് അബദ്ധമായി പോയി എന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ പലതും പറഞ്ഞു. ഇപ്പൊ അനൂജ് അത് ആവർത്തിച്ചു. ആ ചിന്താഗതി തന്നെയാണ് എനിക്കും. രാഹുൽ ഗാന്ധിയുടെ ലെവലും പിണറായി വിജയന്റെ ലെവലും ഒക്കെ വ്യത്യാസമുണ്ട്. രാഹുൽ ഗാന്ധി ഒരു ദേശീയ നേതാവാണ്. അദ്ദേഹം ഇടതുമുന്നണിക്ക് അല്ലെങ്കിൽ ഈ ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്നയാളാണ്. ഇന്ത്യ മുന്നണിയുടെ ഇന്റഗ്രൽ പാർട്ടാണ് കേരളത്തിൽ അല്ലെങ്കിൽ പോലും ഇടതുമുന്നണി. ഈ കക്ഷികൾ CPM-ഉം CPI-യും CPI-ML-ഉം എല്ലാം. ആ സാഹചര്യത്തിൽ അതിന്റെ ഒരേ ഒരു മുഖ്യമന്ത്രിയെ കുറിച്ച് എന്തുകൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തെ എന്തുകൊണ്ട് വെറുതെ വിടുന്നു എന്നുള്ള ചോദ്യം ആണെങ്കിൽ പോലും ആ ചോദ്യം ചോദിക്കേണ്ടായിരുന്നു എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. ആ ചോദ്യം കേരളത്തിലെ പല മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും പറയുകയും ചെയ്തു. പക്ഷെ എങ്കിലും അതില് പിണറായി വിജയൻ ഒരു ശുദ്ധാത്മാവായിട്ട് നിഷ്കളങ്കനായ പിണറായി വിജയന്റെ നേരെയൊന്നും അല്ല രാഹുൽ ഗാന്ധി ആ വിമർശനം അഴിച്ചുവിട്ടത് എന്നുകൂടിയെങ്കിലും നിങ്ങൾ ഉൾക്കൊള്ളണം. ഒരു പ്രത്യേക ഘട്ടത്തിലാണ്. അതൊരു പാർട്ടിയുടെ നേതാവല്ലേ,
കേരളത്തിൽ ആ പാർട്ടി ആരോടാ നേരിടുന്നത്? അപ്പൊ ഒരു ഉരുളയ്ക്കുപ്പേരി അല്ലെങ്കിൽ ടിറ്റ് ഫോർ ടാറ്റ് എന്നുള്ള നിലയ്ക്ക് കാണണ്ടു. പക്ഷെ അതുണ്ടായതോടുകൂടി രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന മനുഷ്യൻ ലോകത്തിലെ ഏറ്റവും കൊള്ളരുതാത്തവൻ, ഞാനതിന് മറുപടി പറയണ്ട, അദ്ദേഹത്തിന്റെ പഴയ പേരിലേക്ക് പേര് പറയാൻ എന്നെ നിർബന്ധിതനാക്കരുത്. ഏതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞാണോ ഈ പറഞ്ഞ വാക്കാണോ മുഖ്യമന്ത്രിയുടെ മറുപടിയാണോ ഏതാ കൂടുതൽ? ഒന്ന് ആലോചിച്ച് നോക്ക് റജി. അതെ, ആ പേര് അദ്ദേഹത്തെ ഇട്ട് വിളിച്ചുകൊണ്ടിരുന്നത് ആരാണ് എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ആവർത്തിച്ച് പറയുന്നത് എന്തിനാണത്? ഒരു കാരണവശാലും ഒരു പക്വതയുള്ള നേതാവിന് യോജിച്ചതല്ല, അതിനൊരു ഒരു സംശയവുമില്ല. നേരത്തെ ജോഡോ യാത്രയെ കുറിച്ച് പറഞ്ഞു റജി ലൂക്കോസ്, അത് തിരുത്താൻ ശ്രമിച്ചു. കണ്ടെയ്നർ യാത്ര എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ച് നിങ്ങളുടെ ചെറിയ നേതാക്കൾ വല്ലവരുമാണ്. ഇപ്പൊ ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് കുറ്റബോധം തോന്നേണ്ടത് ആ ഒരു മനുഷ്യൻ നടത്തിയ ആ ജോഡോ യാത്രയുടെയും വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറക്കുമെന്ന് പറഞ്ഞ ആ വാക്കുകളൊക്കെ UP അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ എന്ത് ഇമ്പാക്റ്റ് ആണ് സൃഷ്ടിച്ചത്? ഇന്ത്യയിലെ എത്രയോ കോടി ജനങ്ങൾ ആ മെസ്സേജ്, ആ വിഭജനത്തിന്റെ രാഷ്ട്രീയത്തിന്, വേർതിരിവിന്റെ രാഷ്ട്രീയത്തെ, വെറുപ്പിന്റെ രാഷ്ട്രീയത്തിന് പകരം ആ സ്ഥാനത്ത് കുറെ കൂടി ഭരണഘടനയെ ആദരിക്കുന്ന, ജനാധിപത്യത്തെ വിലമതിക്കുന്ന, മതേതരത്വത്തെ ഉൾക്കൊള്ളുന്ന ഒരു പുതിയ രാഷ്ട്രീയത്തെ പ്രതിഷ്ഠിച്ച് ഇന്ത്യയെ മാറ്റിയെടുക്കാൻ ആ മനുഷ്യന്റെ യാത്രകൾ ഇത്രയെങ്കിലുമൊക്കെ സഹായിച്ചതിന് നമ്മൾ അംഗീകരിച്ചല്ലേ പറ്റുള്ളൂ. അതല്ലായിരുന്നു ഈ കാലഘട്ടത്തിന്റെ ആവശ്യം. 100% അല്ലെങ്കിലും അദ്ദേഹം ഒരു 60% വിജയിച്ചു എന്നുള്ള ഒരു സത്യമേ. ഞാൻ ഒരു ഇടവേള കൂടി പോകുന്നു, അതിനുശേഷം എത്താം. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.